ഒരു ദിവസം 2400 രൂപ, അതും ഒരു തുടക്കക്കാരനക്ക്, ഒരു പുതിയതായിട്ട് തുടങ്ങി കഴിഞ്ഞാലുള്ള ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 2400 രൂപ. മാസം 72,000 രൂപ. ഒരു വർഷം 8,64,000 രൂപ വരെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആരും ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. യൂട്യൂബിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് ആശയവുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബട്ടൺസ് നിർമ്മാണ യൂണിറ്റിനെ കുറിച്ചിട്ടാണ്. ബട്ടൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ഷർട്ടിനും പാൻറ്റിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടൺസ്. ഈ ഒരു ബട്ടൺസ് മാനുഫാക്ചറിങ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇത് വളരെ ചെറിയ ഒരു പ്രൊഡക്റ്റാണ്, നമുക്കറിയാലോ അല്ലേ. വളരെ ചെറിയ പ്രൊഡക്റ്റാണ്, നമ്മൾ പെട്ടെന്ന് നമ്മളെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് മേഖലയാണിത്. പക്ഷേ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന, നല്ല ബെനിഫിറ്റുള്ള, ചെറിയ സ്പേസിൽ, നമുക്ക് വളരെ ചെറിയ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് ഈ ബട്ടൺ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് ഈ ഒരു ബട്ടൺസ് നിർമ്മാണ യൂണിറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ബട്ടൺസുകളാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് പ്ലാസ്റ്റിക്കിൻ്റെ ബട്ടൺസ് ഉണ്ട്, അതേപോലെ തന്നെ പോളിസ്റ്റർ ബട്ടൺസ് ഉണ്ട്, മെറ്റൽ ബട്ടൺസ് ഉണ്ട്, വുഡ് ബട്ടൺസ് ഉണ്ട്, അതേപോലെ തന്നെ കോക്കനട്ട് ഷെൽ, നമ്മൾ ചിരട്ടയിൽ ഉണ്ടാക്കുന്ന നല്ല ഡിമാൻഡുള്ള, ഇപ്പോൾ അത് കേരളത്തിൽ നല്ല രീതിയിൽ ഡിമാൻഡായിട്ടുള്ള ഒരു ബട്ടൺ കൂടിയാണ് ഈ ഒരു ചിരട്ടയിൽ ഉണ്ടാക്കുന്ന കോക്കനട്ട് ഷെൽ ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു തുടക്കം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു നമ്മൾ സ്റ്റാർട്ടിങ് എന്നോണം നമ്മൾക്ക് ഇത്രയും അധികം എടുക്കണം എന്നില്ല. പക്ഷെ നമ്മൾക്ക് അതിനുള്ള കോൺഫിഡൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കട്ടാം. പക്ഷേ ഒരു തുടക്കം എന്ന രീതിയിൽ നമ്മൾക്കൊരു 2 ടൈപ്സ് ബട്ടൺ എടുത്തിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ പോളിസ്റ്റർ ബട്ടൺസ്, ഈ 2 രീതിയിലുള്ള സാധനം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. എന്നിട്ട് നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള, ഇപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസും ഇതിനെ നല്ല ഡെവലപ്പ് ചെയ്യാനുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ റോ മെറ്റീരിയൽസും എടുത്തുകൊണ്ട് നമുക്ക് വുഡ് ബട്ടൺ ആണെന്നുണ്ടെങ്കിലും മെറ്റൽ ആണെന്നുണ്ടെങ്കിലും കോക്കനട്ട് ഷെൽ ആണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു തുടക്കം എന്ന രീതിയിൽ, നമുക്ക് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് പോളിസ്റ്റർ ബട്ടണിലാണ്. അപ്പോൾ ഇതിന് വേണ്ട മെഷീൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണത്. ഇപ്പോൾ ഇതിന് 2-3 ടൈപ്സ് മെഷീൻസാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതിൽ പ്രധാനമായിട്ടും ഇതിനൊരു ഇഞ്ചക്ഷൻ മോൾഡിങ് മെഷീൻ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൻ്റെ രൂപം ഉണ്ടാക്കാനായിട്ടുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഇഞ്ചക്ഷൻ മോൾഡിങ് മെഷീൻ വേണം. അതേപോലെ തന്നെ ബട്ടൺ ഡ്രില്ലിംഗ് മെഷീൻ വേണം, അതിന് നമ്മൾ ഹോൾ ഇടാനായിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് പോളിഷിംഗ് മെഷീന്, അതിനൊരു ഫിനിഷിങ് അതിൻ്റെ ആ റൗണ്ട് ഷേപ്പിന്, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷേപ്പാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിനെ നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കാനുള്ള, നല്ല കാണാൻ നല്ല ഭംഗി കൂട്ടാനുള്ള രീതിയിലുള്ള ഒരു പോളിഷിംഗ് മെഷീനും അതിന് ആവശ്യമായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെയാണ് ഡൈയിങ് മെഷീന്. അപ്പോൾ ഈ കളർ നൽകാനായിട്ട്, ഇപ്പോൾ നമുക്കറിയാലോ വ്യത്യസ്ത കളറിലും ഓരോ ഷർട്ടിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഡ്രസ്സിനനുസരിച്ചുള്ള കളറിലാണല്ലോ ഇപ്പോൾ വ്യത്യസ്ത ബട്ടണുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ കൊടുക്കാനായിട്ടുള്ള ഒരു മെഷീനും കൂടി ചെറിയതായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു യൂണിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു 3-4 മെഷീൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾക്കിതിൻ്റെ റോ മെറ്റീരിയൽസാണ് അല്ലേ. ഈ റോ മെറ്റീരിയൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒന്ന് പോളിസ്റ്റർ റെസിനാണ്,
അതേപോലെ പ്ലാസ്റ്റിക് ഗ്രാനുവൽസ്, ഇപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്തിട്ടുള്ള ഗ്രാനുവൽസ് ഒക്കെ ഇറങ്ങുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ. അതേപോലെ തന്നെ നല്ല റീസൈക്കിൾഡ് അല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാനുവൽസ് ഉണ്ട്, അത് മേടിക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് കളർ പൗഡർ, അതേപോലെ തന്നെ ഹാർഡ്നർ, പിന്നെ അതേപോലെ തന്നെ പോളിഷ് മെറ്റീരിയൽ. ഓക്കെ, ഈ സാധനങ്ങളാണ് നമ്മൾക്ക് പ്രധാനമായിട്ടും റോ മെറ്റീരിയൽസ് ആയിട്ട് വേണ്ടത്. പിന്നെ ഈ സാധനങ്ങൾ എവിടേക്കാണ് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ട്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു സംഭവം ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാവാം, കേട്ടിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിനെ കുറിച്ച് മുന്നേ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നോർമലി ഇതിൻ്റെയൊക്കെ റോ മെറ്റീരിയൽസ് കിട്ടുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് കോയമ്പത്തൂർ, അതേപോലെ തന്നെ തിരുപ്പൂർ, പിന്നെ സൂറത്ത്. നമ്മളെ ഈ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വളരെ സുലഭമായിട്ട് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇതിന് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് കറക്റ്റ് ആവണം എന്നില്ല. ഇതിൽ അങ്ങോട്ടും കൊണ്ടൊക്കെ കയറി ഇറങ്ങി നിൽക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു അപ്രോക്സിമേറ്റ് ഒരു ഏകദേശം ബഡ്ജറ്റ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം മെഷീൻക്ക് നമ്മൾക്കൊരു 1.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ മെഷീൻസ് വരും. അതേപോലെ തന്നെ റോ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ 30,000 രൂപ മുതൽ 50,000 രൂപ റോ മെറ്റീരിയൽസ് വരും. അതേപോലെ തന്നെ ഒരു ചെറിയ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10-20,000 രൂപ അതിന് വേണ്ടി വരും. ഓക്കെ, മൊത്തം നമുക്കൊരു 2 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ ഇതിന് ചിലവായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട്. ഇത് പ്ലാന്റ് എന്ന് പറയുമ്പോൾ വലിയ യൂണിറ്റും സ്ഥലമൊന്നും ഇതിന് വേണ്ട. ഇതിന് ചെറിയ സ്ഥലം മതി. ഇതിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നതും വളരെ ചെറിയ സ്ഥലം മതി എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണ് ഇത് വിൽക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം ഈ ബട്ടൺസ് വിൽക്കാൻ പറ്റുന്ന ഷോപ്പുകൾ എന്ന് പറയുന്ന ടൈലർ ഷോപ്പുകൾ, അതേപോലെ തന്നെ റെഡിമെയ്ഡ് ഷോപ്പുകൾ, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഷോപ്പുകളിൽ വിൽക്കാം. അതേപോലെ തന്നെ യൂണിഫോം നിർമ്മാണ കമ്പനികൾ. ഓക്കെ, അതേപോലെ തന്നെ ഹോൾസെയിൽ മാർക്കറ്റുകൾ, പിന്നെ ഓൺലൈനിൽ വിൽക്കാം. നമുക്ക് ആമസോൺ, ഇന്ത്യ മാർട്ടിൽ ഇതിലൊക്കെ നമ്മൾക്ക് വിൽക്കാൻ കഴിയും. അതേപോലെ തന്നെ വലിയ വലിയ ടെക്സ്റ്റൈൽസ്, വലിയ മാനുഫാക്ചറിങ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനികളുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾക്ക്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെ എന്താ പറയുക, നമ്മൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ കൂട്ടേണ്ടി വരും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം 2,400 എന്നുള്ളത് ചിലപ്പോൾ 10,000, 20,000 ഒക്കെ നമ്മൾക്ക് റേഞ്ചിലേക്ക് കയറുന്ന രീതിയിൽ നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഉദാഹരണം ഇപ്പോൾ നമ്മൾ ഒരു 1000 ബട്ടൺ നിർമ്മിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് വേണ്ടി വരുന്ന ചിലവ് എന്ന് പറയുന്നത് 80 രൂപ മുതൽ 120 രൂപ വരെയാണ് നമ്മൾക്കൊരു 1000 ബട്ടൺ ഉണ്ടാക്കാനായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഹോൾസെയിൽ വിലയിൽ നമ്മൾക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 300 രൂപ വരെ ഇതിൻ്റെ റേറ്റ് വരും. അപ്പോൾ നമ്മൾക്ക് ലാഭമായിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150 രൂപ നമുക്ക് എന്ത് ചെയ്യും, ലാഭമായിട്ട് അതിൽ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ സ്പേസിൽ തുടങ്ങാം എന്നുള്ളതാണ്. പിന്നെ സ്ഥിരമായിട്ടുള്ള ഡെയിലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നല്ല രീതിയിൽ ഈ ഒരു സാധനം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. എക്സ്പോർട്ടിങ് ബിസിനസ്സിന് സാധ്യതയുള്ള നല്ലൊരു ബിസിനസ്സും കൂടിയാണ് ഈ സംഭവം. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന സംഭവം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആയിരിക്കണം, അതേപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആയിരിക്കണം, നല്ല വലിയ ഗാർമെൻറ്റ്സ് ഫാക്ടറികളുമായിട്ട് ടൈപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് നല്ല ഹൈ ബിസിനസ്സായിട്ട് നമുക്ക് നല്ല വോളിയത്തിൽ ബിസിനസ് ചെയ്യാനും കഴിയും. അപ്പോൾ നോർമലി നമ്മൾക്കൊരു ദിവസം 20,000 ബട്ടൺസ് നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു 20,000 ബട്ടൺസ്. അപ്പോൾ 20,000 എന്നൊക്കെ പറയണത് നമ്മൾക്ക് അത് വലിയ സംഭവമായിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 എന്നൊക്കെ പറയുന്ന ബട്ടൺസാണ്, നമുക്കറിയാലോ അതൊക്കെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതൊരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 20,000 ക്വാണ്ടിറ്റി എന്നുള്ളത്. ഇതൊക്കെ ലക്ഷക്കണക്കിന് ക്വാണ്ടിറ്റികളാണ് ഇത് മാനുഫാക്ചർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു 20,000 പീസൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ദിവസം നമുക്കൊരു 2,400 രൂപ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ 20,000 പീസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ 2,400 രൂപ നമുക്ക്
വളരെ ഈസി ആയിട്ട് സാധനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 1000 പീസ് ഉണ്ടാക്കാൻ നമ്മൾക്ക് വരുന്ന കോസ്റ്റ് നമ്മൾ പറഞ്ഞു. ആ ഒരു കോസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര രൂപ നമുക്ക് 20,000 പീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വരും എന്നുള്ളത്. ഓക്കെ, 1000 പീസിന് നമുക്ക് 80 രൂപ മുതൽ 120 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20,000 പീസ് ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് വരും എന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ ഈ 1000 പീസിൻ്റെ കണക്കിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ 300 രൂപയായിട്ട് നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ 1000 പീസിൽ നമുക്കൊരു 120 രൂപ വെച്ചിട്ട് പ്രോഫിറ്റ് കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 20,000 പീസ് നമ്മൾ ഡെയിലി മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2,400 രൂപ കറക്റ്റായിട്ട് നമുക്ക് കയ്യിൽ വരും. ഓക്കെ, അത് നമ്മുടെ ഏറ്റവും മിനിമം ഒരു പ്രൊഡക്ഷൻ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിലെ ഏറ്റവും മിനിമം പ്രൊഡക്ഷൻ. ഓക്കെ, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ വലിയ രീതിയിലേക്ക് വലിയ സ്കെയിലിലേക്ക് അതിനെ വളർത്തിയെടുക്കാനും അതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ബട്ടൺസുകളും ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കഴിയും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വലിയ വലിയ ഗാർമെൻറ്റ്സ് കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന മൂഡിലേക്കൊക്കെ നമ്മൾ ഇതിനെ കൊടുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ ലാഭം ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മാത്രമല്ല ഇത് നമ്മൾക്ക് വളരെ ലോങ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു ഡിമാൻഡുള്ള ഹൈ ഡിമാൻഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. നമുക്കിത് നാശമായി പോകുന്ന പ്രശ്നങ്ങളോ മറ്റുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. വളരെ നല്ല രീതിയിൽ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം 1-2 ചെറിയ സ്പേസിൽ തന്നെ നമുക്ക് 2-3 മെഷീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈഫ് ടൈം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് ഈ ഒരു ബട്ടൺ മാനുഫാക്ചറിങ് ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ഇത് നല്ല ബിസിനസ്സാണ് എന്നാണ് എനിക്കിതിനെ സ്റ്റഡി ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാം. നല്ലൊരു സൂപ്പർ ബിസിനസ്സാണ്, നല്ല അടിപൊളിയായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സും കൂടിയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.